ഹലോ എവ്രി വൺ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഇസ്താൻബുൾ ഡയറീസിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു ബോസ്ഫറസിൻ്റെ ടൂറാണ്. അതിൽ പുറമെ നമ്മുടെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ്, അതായത് ഇസ്താൻബുളിൽ വളരെ ആൾക്കാർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കഴിക്കുന്നതാണ് സീ ഫുഡ്. അപ്പോൾ സീ ഫുഡിൽ ഞങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള റെസ്റ്റോറൻ്റ് ആണ് ഇത്. അപ്പോൾ ഇത് ബെബേക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് ഉള്ളത്. അപ്പോൾ ഇത് ഭയങ്കര ഒത്തൻറ്റിക് ആയിട്ടുള്ള ഒരു സീ ഫുഡ് റെസ്റ്റോറൻ്റ് ആണ്. നിങ്ങൾ സീ ഫുഡ് ലവർ ആണെന്നുണ്ടെങ്കിൽ ഈ റെസ്റ്റോറൻറ്റ് എന്തായാലും വിസിറ്റ് ചെയ്യണം. ഇങ്ങനത്തെ റെസ്റ്റോറൻറ്റ്സ് അവിടെ ഒരുപാടുണ്ട്. അപ്പോൾ ഇതിൽ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഈ ഒരു പ്രിപ്പറേഷനും ഇവിടുത്തെ സീ ഫുഡും ഭയങ്കര സൂപ്പർബായിരിക്കും. എന്തൊക്കെ തരം മീനുകൾ വേണം എല്ലാം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അന്നത്തെ ദിവസം എന്താണോ ഫ്രഷ് ആയിട്ടുള്ളത് അവരവിടെ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ടാവും. പിന്നെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ്, അപ്പോൾ ഈ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഈ ബോസ്ഫറസിൻ്റെ ഉള്ളിലേക്കായിട്ട് ഇങ്ങനെ കുറച്ച് തള്ളി നിൽക്കുന്ന പോലെയാണ് കൺസ്ട്രക്ഷൻ ഉണ്ടാവുക. നമ്മൾ അവിടെ ഇരുന്നിട്ടാണ് കഴിക്കുക. അപ്പോൾ നമ്മൾ ഇരുന്ന് കഴിക്കുമ്പോൾ നമ്മുടെ വ്യൂ ഇതായിരിക്കും, ഇങ്ങനെ ചരക്ക് കപ്പലൊക്കെ പോകുന്ന പോലെ ഒരുപാട് പ്രൈവറ്റ് യാച്ചുകൾ നമുക്ക് കാണാൻ പറ്റും. എല്ലാം തന്നെ അങ്ങനെ ഇരുന്ന് പോയിന്റ് ആ വ്യൂവിൽ ഇരുന്നിട്ട് കഴിക്കുന്ന പല റെസ്റ്റോറൻറ്റ്സും ഈ ബെബെക് സൈഡിൽ ഉണ്ട്. ഇതിൽ വെച്ചിട്ട് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഞങ്ങൾ എൻജോയ് ചെയ്തിരുന്ന ഒരു ലൊക്കേഷനാണ് ഈ ബെബെക്കിൽ ഇങ്ങനെയുള്ള ബാലിക് റെസ്റ്റോറൻറ്റ്. അപ്പോൾ റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്ന സമയത്ത് ആദ്യം തന്നെ നമുക്ക് പോവാം. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാം. അപ്പോൾ ആദ്യം തന്നെ അവരുടെ ടർക്കിഷ് വെറൈറ്റി ബ്രെഡ്സ് അവർ കൊണ്ടുവച്ചിട്ടുണ്ട്. അതിലേറ്റവും എനിക്ക് ഫേവറേറ്റ് പേർപ്പിൾ യാം, അതായത് പേർപ്പിൾ കളറിലുള്ള ചേന കൊണ്ടുള്ള ബ്രെഡാണ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ്. പിന്നെ കോൺ ബ്രെഡ് എത്ര പേർക്ക് ഇഷ്ടമാണെന്നറിയില്ല. ഫ്രഷ് ഓറഞ്ച് ജ്യൂസിൽ ഉപ്പിട്ട് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ദുബായിൽ എനിക്ക് ഇവിടെ വന്നിട്ടും ഞാൻ ഒരുപാട് സ്ഥലത്ത് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഞാൻ അവിടുന്നാണ്, ഇസ്താൻബുളിൽ നിന്നാണ് ഇത് പഠിച്ചത്. എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ കഴിക്കുന്ന കണ്ടിട്ടാണ് ഞാനത് കഴിക്കാൻ തുടങ്ങിയത്. ഫ്രഷ് ഓറഞ്ച് ജ്യൂസ്, അതിൽ മധുരമൊന്നും ഉണ്ടാവില്ലല്ലോ, അതിൽ ഇതുപോലെ ഉപ്പിട്ട് കഴിച്ചു നോക്കൂ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതേപോലെ തന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രെഡ്, ഇതൊക്കെ കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷം കഴിക്കുന്ന ഒരു കാര്യമാണ്. ഈ ഒരു വ്യൂവോട് കൂടിയിട്ടായിരിക്കും നിങ്ങളുടെ ബെബേക്കിലുള്ള എല്ലാ റെസ്റ്റോറൻറ്റ്സും ഉണ്ടാവുക. പിന്നുള്ളത് അവരുടെ ഫേമസ് ആയിട്ടുള്ള ടൊമാറ്റോ സാലഡ്. ഞങ്ങൾ ഓർഡർ ചെയ്തത് ക്രാബാണ്, അതായത് ഞണ്ട്, അതും കിങ് ക്രാബാണ് ഓർഡർ ചെയ്തത്. നല്ലപോലെ പുഴുങ്ങിയിട്ട് മാത്രമാണ് തരിക, വിത്ത് ഓറഞ്ച് സോസ് ആൻഡ് ഒലിവ് ഓയിൽ. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, സീ ഫുഡ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇസ്താൻബുൾ ഈസ് സംതിങ് ലൈക്ക് ഹെവൻ. എനിക്ക് ഞണ്ട് എന്ന് പറഞ്ഞാൽ, എനിക്ക് എന്നല്ല, മനു, കിച്ചു, കണ്ണേട്ടന് അത്രയ്ക്ക് ഇഷ്ടമല്ല. എനിക്ക്, മനുവിന്, കിച്ചുവിന്, ഞങ്ങൾക്ക് 3 പേർക്കും ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് ഈ ഒരു ഞണ്ട് കഴിക്കുക എന്നുള്ളത്. അതും വെറുതെ പുഴുങ്ങിയിട്ടാണ് കിങ് ക്രാബ്സ് ഒക്കെ കഴിക്കേണ്ടത്. അതിൽ ആ സോസ് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും മുക്കിയിട്ട് നിങ്ങൾക്ക് കഴിക്കാം. പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് ഗ്രിൽ ചെയ്തിട്ടുള്ള സീ ബാസ് ആണ്. ആൻഡ് ഫ്രഷ് സീ ബാസ് ആണ്. അത്രയും സൂപ്പർബായിട്ടുള്ള ടേസ്റ്റ് ആയിരിക്കും. ഇത് രണ്ടും മാത്രമേ ഞങ്ങൾ കഴിച്ചുള്ളൂ. സോറി, ഞാൻ ആദ്യത്തെ ഒരു ട്രിപ്പ് കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ഞാൻ വീഡിയോ എടുക്കുന്നത്. ആക്രാന്തം കൊണ്ടാണ്. 6 കൊല്ലം കഴിഞ്ഞതിന് ശേഷം കഴിക്കുകയല്ലേ. ഇതാണ് കോൾഡ് ബക്ലാവ, അതായത് പാലും വാനില ഐസ്ക്രീമും ബക്ലാവ കുതിർത്ത് വെച്ചിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുള്ള ബക്ലാവയാണ്. നമ്മൾ സാധാരണ പോലെയുള്ള ബക്ലാവാസ് അല്ലേ കഴിച്ചിരിക്കുന്നത്. ഇസ്താൻബുളിൽ ബക്ലാവാസ് ഭയങ്കര വെറൈറ്റീസ് ആണ്. അതിൽപ്പെട്ട ഒന്നാണ് കോൾഡ് ബക്ലാവ എന്ന് പറയുന്നത്. കോൾഡ് മിൽക്ക് ബക്ലാവ എന്ന് ചോദിച്ച് വാങ്ങിച്ച് കഴിക്കാൻ നോക്കൂ. ഇറ്റ് ഈസ് ഹെവൻ. അതായത് നമ്മൾ സാധാരണ ബക്ലാവ ചായ എന്നുള്ളത് വേറെ, പക്ഷെ കോൾഡ് ബക്ലാവ എന്നുള്ളത് ഏതൊരാൾക്കും ഹെവൻ ഫീൽ ചെയ്യിപ്പിക്കുന്ന ഒരു രീതിയാണ് ഈ കോൾഡ് ബക്ലാവ. അവിടുന്ന് അതും കഴിച്ചിട്ട് ഞങ്ങൾ ഒരു ബോട്ട് ഹയർ ചെയ്തു. അത് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് അവിടെ ഹയർ ചെയ്യാൻ പറ്റും. എത്ര പേരുണ്ടോ അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ബോട്ടൊക്കെ ഹയർ ചെയ്യാൻ പറ്റുന്ന സംഭവം. ഈ ബെബെക് എന്ന് പറയുന്ന വലിയൊരു പാർക്കുണ്ട്. അവിടുന്നാണ് ഈ ബോട്ടുകളൊക്കെ ബോസ്ഫറസിൻ്റെ ഉള്ളിലേക്ക് പോവുക. അപ്പോൾ ബോസ്ഫറസ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, കടലിടുക്ക് എന്ന് പറയില്ലേ, അതായത് ബ്ലാക്ക് സീ ആൻഡ് മർമര സീൻ്റെ ആ ഒരു സ്ട്രെയിറ്റ് ആണ് ഈ ബോസ്ഫറസ് എന്ന് പറയുന്നത്. വളരെ ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. ഞങ്ങൾ അന്ന് പോയ സമയത്ത് എന്തായിരുന്നു എന്ന് വെച്ചാൽ, ആ മഴയും ആ ഒരു മേഘങ്ങളും എല്ലാം കൂടിയിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ ആയിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങൾ ഇസ്താൻബുളിൽ പോകണമെന്നുണ്ടെങ്കിൽ ഒരു ബോട്ട് ഹയർ ചെയ്തിട്ട്, ബെബേക്കിൽ നിന്ന് ബോട്ട് ഹയർ ചെയ്തിട്ട്
നിങ്ങൾക്ക് എന്തായാലും ഒരു ബോസ്ഫറസിൻ്റെ ഒരു ടൂർ നടത്താം. ഒരുപാട് വ്യൂസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. 3 ബ്രിഡ്ജ് നമ്മൾ ക്രോസ് ചെയ്ത് പോവും അടിയിൽ കൂടെ. ആൻഡ് ആ ഒരു വ്യൂ എന്ന് പറയുന്നത് തന്നെ ബ്രെത്ത് ടേക്കിംഗ് ആണ്. ആൻഡ് ഒരുപാട് കപ്പലുകൾ നമ്മുടെ അടുത്തു കൂടെ പോവും. അതെല്ലാം തന്നെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏതൊരാൾ നമ്മൾ ഇസ്താൻബുളിൽ വന്നാലും ഞങ്ങളൊക്കെ ചെയ്യുന്ന ആദ്യത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബെബേക്കിൽ പോയിട്ട് ഒരു സീ ഫുഡ് റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോയിട്ട് അവർക്ക് സീ ഫുഡ് വാങ്ങിച്ചു കൊടുക്കും. അത് കഴിഞ്ഞതിന് ശേഷം ഒരു ബോട്ട് ഹയർ ചെയ്തിട്ട് നമ്മൾ 1 hour 2 hour ബോസ്ഫറസിൽ കൂടെ നമ്മൾ പോവുകയാണ്. അപ്പോൾ ഓരോ ബ്രിഡ്ജും കവർ ചെയ്യും. പ്ലസ് നമ്മൾ കാണുന്ന ഓരോ ടൂറിസ്റ്റ് സ്പോട്ടുകളും ഇതേ കൂടെ നമുക്ക് ബോസ്ഫറസിൻ്റെ അതേ കൂടെ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ വ്യൂ എന്ന് പറയുന്നത് വേറെ തന്നെയാണ്. അപ്പോൾ ഇതുപോലെ കോസ്റ്റൽ ഗാർഡുകൾ, അതേമാതിരി തന്നെ അടുത്തു കൂടെ തന്നെ കപ്പലുകൾ പോകുന്നത് ഒരു വളരെ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ ഇത് ടോപ്പ് കാപ്പി എന്ന് പറയുന്ന ഒരു ഇതൊക്കെ നമ്മൾ കവർ ചെയ്ത ആ പാലസും എല്ലാം എങ്ങനെയാണോ ഫ്രണ്ടിൽ വ്യൂ ഉള്ളത് അതേപോലെ തന്നെ ബാക്ക് വ്യൂ ബോസ്ഫറസിൻ്റെ ഇതിൽ കൂടെയാണ് നമ്മൾ കവർ ചെയ്ത് പോവുക. എന്താ പറയുക, ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ഛർദ്ദിക്കാൻ വരുന്ന പോലെയായിരുന്നു. ബിക്കോസ് ആ ബോട്ടിൻ്റെ ആ ഇളക്കം ഉണ്ടല്ലോ, അതും പ്രത്യേകിച്ചിട്ട് ഒരു കപ്പലൊക്കെ അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര കുലുക്കമായിരിക്കും. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ഛർദ്ദിയായിരുന്നു. ഞാനൊരു ഭാഗത്ത് മിണ്ടാതെ ഇരിക്കുന്ന ടൈപ്പായിരുന്നു. പിന്നെ ഒരു 6 കൊല്ലം ഉണ്ടായതുകൊണ്ടാണ് ഇടയ്ക്ക് പോകുന്നതുകൊണ്ട് നമുക്കത് ആ ഒരു ഛർദ്ദിയും ബഹളവും ഒക്കെ കഴിഞ്ഞു. ഇതാണ് ഫസ്റ്റ് ബ്രിഡ്ജ്. ബോസ്ഫറസ് ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടെയാണ് നമ്മൾ പോവുക. ഇതുപോലെ തന്നെ 3 ബ്രിഡ്ജ് നമ്മൾ കടന്ന് പോകും. ആ 3 ബ്രിഡ്ജും നിങ്ങളിപ്പോൾ രാത്രി നേരത്താണ് പോകണമെന്നുണ്ടെങ്കിൽ 3 എണ്ണത്തിൻ്റെയും വ്യൂ ഇങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഒരുപാട് ഫോട്ടോസ് എടുക്കാൻ നമുക്ക് ഈ ഒരു സംഭവത്തിൽ പറ്റും. ഇപ്രാവശ്യം നമ്മൾ പോയ സമയത്ത് നമ്മുടെ ആ വെതർ കണ്ടീഷൻസ് എന്ന് പറയുന്നത് മഴ 3-4 പ്രാവശ്യമായി വരുന്നു. അപ്പോൾ ആ വെതർ കണ്ടീഷൻസിൽ വെള്ളം നല്ലോണം ഉണ്ടായിരുന്നു. അതുമാത്രമല്ല ആ ഒരു മേഘമൂട്ടത്തോടു കൂടിയിട്ടുള്ള ഒരു ഫീലിംഗ് ആയിരുന്നു. അതും ഒരു വ്യത്യാസമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. കണ്ടോ, ഇതുപോലെയുള്ള കാർഗോ കപ്പലുകൾ, ചരക്ക് കപ്പലുകളൊക്കെ ഇങ്ങനെ പോകുന്ന സമയത്ത് വെള്ളം അങ്ങനെ വല്ലാണ്ട് കുലുങ്ങൂട്ടുള്ളൂ. അതൊന്ന് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഛർദ്ദിക്കാനൊന്നും വരില്ല. പക്ഷെ എൻജോയ് ചെയ്ത് നമുക്ക് എല്ലാം തന്നെ കാണാൻ പറ്റും. എവിടെയൊക്കെ എന്തൊക്കെയുണ്ടോ ഇസ്താൻബുളിൽ ആ പോയിന്റ് അത് മുഴുവൻ നമുക്ക് ഇവിടുന്നും കവർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത ആയിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് ബ്രിഡ്ജ് കഴിഞ്ഞു. ഇനി സെക്കൻഡ് ബ്രിഡ്ജിൻ്റെ അവിടേക്കായിട്ട് പോയിട്ട് അതിൻ്റെ അടിയിൽ കൂടെ പോകും. പിന്നെ തേർഡ് ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടെ പോകും. ഇങ്ങനെയാണ് ബോസ്ഫറസിൽ നമ്മൾ ടൂർ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം തന്നെ കാണാൻ പറ്റുക. അങ്ങനെ 1.5 മണിക്കൂറിൻ്റെ ടൂർ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ നേരെ ഞങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ പോയി. അത് ഇന്നത്തെ ദിവസം ഞങ്ങൾ അങ്ങനെ ഡെഡിക്കേറ്റ് ചെയ്തിട്ട് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. ഒരുപാട് ദിവസം ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് റഷപ്പ് ഒന്നും ചെയ്യേണ്ട ആവശ്യം വന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ ഇസ്താൻബുളിൽ ഉണ്ടായിരുന്നത്. ഓരോ ഓർമ്മകൾ നിങ്ങളായിട്ട് പങ്കുവെക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ബിക്കോസ് ഇതൊന്നും അവിടെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് പോകുന്ന ആൾക്കാർക്ക് ഒരു ഗൈഡായിട്ട് മാറുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീണ്ടും ഇതേപോലുള്ള ഇസ്താൻബുൾ ഡയറീസിൽ ഇനിയും നമുക്ക് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.